തൃശൂർ കുരിച്ചിറയിലെ മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഈച്ചശല്യം കാരണം പൊറുതിമുട്ടിയ കുരിച്ചിറയിലെ ജനങ്ങളുടെ ദുരിതം ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, കാലങ്ങളായി തന്നെ കുരിച്ചിറയിലെ ജനങ്ങൾ ഈ പല കാരണം കൊണ്ടും, അതായത് അറവുശാല കൊണ്ടും അതോടൊപ്പം അവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾ, കോർപ്പറേഷന്റെ മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് അവിടേക്ക് ഇടുന്നതിനെതിരെയൊക്കെ ഈ സമരം സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ഈ ഒരു പുതിയ പ്ലാന്റിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി വീടുകളിലെ ജനങ്ങളാണ് ഈ ഒരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നത്. വെള്ളം കുടിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഈച്ചശല്യം കാരണം. പിന്നാലെയാണ് ജനം TV അത് വാർത്തയാക്കുന്നതും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതും. എന്തായാലും അതിന് പിന്നാലെ ഈ വലിയൊരു മനുഷ്യച്ചങ്ങല സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. നിരവധി ജനങ്ങൾ ആ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഈ കുരിച്ചിറയിലെ പുതിയ പ്ലാന്റിലേക്ക് മിഷനുകൾ കൊണ്ടുവരുന്ന കാര്യം ഈ ജനങ്ങൾ അറിയുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കുരിച്ചിറയെ സംബന്ധിച്ചിടത്തോളം 22 ഡിവിഷനുകളിലെ തൃശൂർ കോർപ്പറേഷന്റെ തന്നെ 22 ഡിവിഷനുകളിലെ മാലിന്യമാണ് ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ആ മാലിന്യം അവിടെയുള്ള ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുകയും പിന്നീട് ഈ ജനങ്ങൾ തന്നെ മുന്നോട്ട് വരികയും ചെയ്തു. ഈ ജൈവമാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നടത്തിപ്പാണ് ഈ ഈച്ചശല്യം കൂടുവാനുള്ള കാരണം. പിന്നാലെ ഈ മാലിന്യം കൊണ്ടുവരുന്നത് ഈ സമരത്തിന് പിന്നാലെ നിർത്തിയെങ്കിലും പുതിയ മെഷീനുകൾ കൊണ്ടുവന്ന് മറ്റൊരു തരത്തിൽ ഈ ജൈവമാലിന്യ പ്ലാന്റിനെ പ്രവർത്തിപ്പിക്കാനോ അതുപോലെ തന്നെ പുതിയ മറ്റ് സംവിധാനങ്ങൾ അവിടേക്ക് കൊണ്ടുവരുവാനുമായിരുന്നു കോർപ്പറേഷന്റെ തീരുമാനം. എന്തായാലും ഇന്ന് ഈ അനിശ്ചിതകാല സമരം സംഘടിപ്പിച്ചിരുന്ന ജനങ്ങൾ ഇന്ന് ഈ മെഷീനുകൾ കൊണ്ടുവന്നപ്പോൾ അവിടെ വെച്ച് തടയുകയുണ്ടായി. തുടർന്നാണ് ഈ മേയർ തന്നെ സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മേയറുടെ ചേംബറിലേക്ക് ഈ സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ഈ തീരുമാനം എന്ന് പറയുന്നത് താൽക്കാലികമായി ഈ മെഷീനുകൾ അറവുശാലയിൽ ഇറക്കി വെക്കും. അതിനുശേഷം ഈ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് സ്ഥാപിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുകയുള്ളൂ. അതുവരെയും താൽക്കാലികമായി ഈ ഒരു പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതമാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറവുശാലയിലെ ദുർഗന്ധമായാലും അതുപോലെ തന്നെ സമീപത്തുള്ള മറ്റ് സംവിധാനങ്ങൾ, ഈ ഒരു മാലിന്യ പ്ലാന്റിന്റെ ഈ ഒരു ഈ ഈച്ചശല്യമായാലും അതോടൊപ്പം തന്നെ മറ്റ് അസുഖങ്ങൾ ഉൾപ്പെടെ അവിടെയുള്ള ജനങ്ങൾക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ചധികം പേർ തന്നെയാണ് ഈ ഒരു ദുരിതം അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങളൊക്കെ തന്നെ പിന്നീട് ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതും. എന്തായാലും ഈ ഒരു സമരമൊക്കെ തന്നെ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമരം ഈ ജനങ്ങൾ അതിൽ രാഷ്ട്രീയ ഭേദമന്യേ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തായിരുന്നു ഈ ഒരു സമരം നയിച്ചിരുന്നത്. അത് LDF-ന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ആണെങ്കിൽ പോലും രാഷ്ട്രീയ ഭേദമന്യായിരുന്നു ഈ ഒരു സമരം ജനങ്ങൾ സംഘടിപ്പിച്ചത്. എന്തായാലും ഈ ഒരു സമരത്തിനൊടുവിൽ ഇപ്പോൾ ഈ മേയർ തന്നെ നേരിട്ടെത്തി ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രേഖാമൂലമാണ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു സമരം അത് തന്നെയാണ്. ജനങ്ങളുടെ ഒരു ആവശ്യം തന്നെയാണ് ഈ ഒരു മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം അവിടെ നിർത്തിവെക്കണമെന്നുള്ളത്. കാരണം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതിന് സമീപത്ത് താമസിച്ചു വരുന്നത്. അവരാണ് ഈ ഭക്ഷണം പോലും കഴിക്കുവാൻ പറ്റാത്ത രീതിയിലേക്ക്, ആ ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഈ ജനങ്ങൾക്കൊക്കെ പിന്നീട് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. എന്തായാലും ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് താൽക്കാലികമായി ഈ മെഷീനുകൾ ഇറക്കി വെച്ച ശേഷം പിന്നീട് ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സമരം അനിശ്ചിതകാല സമരമായിരുന്നു ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും സമരസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ നടപടി ജനങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു ആശ്വാസമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വിഷ്ണു, മനോജ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധം ഒരു വശത്ത് അലയടിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് എത്തുന്നത്. എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ടെന്നുള്ള കാര്യം, ഇത്തരത്തിലുള്ള ഈ താൽക്കാലിക നടപടി കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായൊരു പരിഹാര മാർഗങ്ങൾ കൂടി ഇനി ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായും ഈ ഒരു മാലിന്യ പ്ലാന്റിന്റെ നടത്തിപ്പ് അത് കൃത്യമായ രീതിയിലുള്ള നടത്തിപ്പാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള
ഈ നടത്തിപ്പായിരുന്നു ഈ മാലിന്യ പ്ലാന്റിന്റേത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ഈ പുതിയ മെഷീനുകൾ കൊണ്ടുവരുന്നത് ഈ തടഞ്ഞ ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും ഇതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടക്കുന്നതായും ആരോപണമുണ്ട്. അത്തരത്തിൽ ഈ കോർപ്പറേഷൻ എന്തുകൊണ്ട് കുരിയച്ചിറയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെയുള്ള ജനങ്ങൾ ഉന്നയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്. അതോടൊപ്പം ഈ വർഷങ്ങളായി തന്നെ ഒരു അറവുശാല സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്കരണ കേന്ദ്രങ്ങൾ, മൃഗങ്ങളെ സംസ്കരിക്കാനുള്ള ഒരു സംസ്കരണ കേന്ദ്രം കൂടെ ഇവിടേക്ക് കൊണ്ടുവരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. മനോജ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ മെമ്പറായ ടോമി ഫ്രാൻസിസ് കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ടോമി, ഇത്തരത്തിൽ വളരെ വലിയൊരു പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചു എന്ന് പറയുന്നു. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ശക്തമായൊരു പ്രക്ഷോഭത്തെ ശമിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കില്ലേ ഒരുപക്ഷെ ഈ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുക എന്ന് പറഞ്ഞത്? മാത്രവുമല്ല, ഒരുപക്ഷെ പ്രധാനമായും ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന രീതിയിലേക്ക് പൂർണ്ണമായി ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകരുത് എന്നുള്ള തരത്തിലേക്ക് ഒരു ശക്തമായൊരു നടപടിയല്ലേ ഇനി വേണ്ടത്? അതെ, അതിനുള്ള ഞങ്ങൾ 13 ദിവസമായിട്ട് അനിശ്ചിതകാല സമരത്തിലാണ്. നിങ്ങൾ വന്ന് ഇത് കവർ ചെയ്യലൊക്കെ ചെയ്തല്ലോ. അതിനു മുമ്പ് തന്നെ ജനൻ TV 3 തവണ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. ജനങ്ങളുടെ ദുരിതം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി ഉണ്ടായില്ലേ. നമ്മൾ അവിടുത്തെ വീട്ടമ്മമാരുടെയും അവിടുത്തെ പരിസരവാസികളുടെ ദുഃഖം നിങ്ങൾ ശരിക്കും കണ്ണീര് ഒപ്പിയെടുക്കുന്ന പോലെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ഇപ്പോഴത്തെ കാര്യത്തിൽ പറയാനുള്ളത്, ഇന്ന് നമ്മൾ ഇറക്കുന്ന സമയത്ത് 4:30 മെഷീൻ വന്നു. ഒരാഴ്ചയായി മെഷീനെ കാത്തിരിക്കുന്നു. ബോംബെയിൽ നിന്ന് വരുന്ന മെഷീനാണ്. ഒരാഴ്ചയായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇന്നാണ് അത് ഇറങ്ങിയത്. 4:30 കൂടി വന്നു. അപ്പൊ ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാർ അപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അറിയിച്ച് പെട്ടെന്ന് ആൾക്കാരൊക്കെ കൂടി. അത് അപ്പോഴേക്കും കോർപ്പറേഷന്റെ ആൾക്കാർ 10-20 പേരുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ വളരെ ശക്തിയുക്തമായിട്ട് അത് എതിർത്തു. അങ്ങനെ കൗൺസിലടക്കം എല്ലാവരും ഒപ്പം ഓടിയെത്തി. അങ്ങനെ നമ്മൾ എതിർപ്പ് തുടർന്നതിന്റെ പുറത്ത് ചർച്ചയ്ക്ക് അവർ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു 13 ദിവസം മുമ്പേ വിളിക്കാമായിരുന്നില്ലേ? ഏതെങ്കിലും ദിവസം വിളിക്കാമായിരുന്നല്ലോ. നമ്മൾ വളരെ പ്രഷർ കൊടുത്തപ്പോഴാണ് തടയാൻ എല്ലാവരും കെടുന്ന് തടയാനായിട്ട് ജലത്ത് കിടന്ന് തടയാനായി തയ്യാറെടുത്തപ്പോഴാണ് അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറായത്. അപ്പോൾ 1.5 മണിക്കൂർ ശേഷമാണ് ചർച്ച ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ എവിടെ ചർച്ച പറഞ്ഞപ്പോഴാണ് മേയറെ വിളിച്ചു വരുത്തി മേയറുടെ ചേംബറിലേക്ക് ഞങ്ങൾ എല്ലാവരും വിളിച്ചത്. അപ്പൊ ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാരും പിന്നെ വിവിധ പാർട്ടി പ്രതിനിധികളും ചില കൗൺസിലേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് കിട്ടിയ ഉറപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇനി ആ മെഷീൻ താൽക്കാലികമായിട്ട് ഇറക്കി വെക്കുന്നത് ആ വണ്ടി വിടുന്നതിന് വേണ്ടിയിട്ടാണ്. ബോംബെയിൽ നിന്ന് വന്ന വണ്ടിയാണ്. അത് വിടുന്നതിന് വേണ്ടി മാത്രമാണ് ആ മെഷീൻ അവിടെ ഇറക്കി വെക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് പ്രശ്നം ചെയ്ത് നോക്കി, അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും പിന്നെ ഒരു ചർച്ചയുടെ ഒരു അടിസ്ഥാനത്തിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുള്ള ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഒരു നഗരപിതാവ് എന്ന രീതിയിൽ വളരെ മാന്യമായിട്ടാണ് ഈ കാര്യത്തിൽ മേയർ ഇടപെട്ടത്. അപ്പോൾ ആള് പറഞ്ഞു, മേയർ പറഞ്ഞതനുസരിച്ചിട്ട് ഇനി നിങ്ങളെ ഉപദ്രവിക്കാൻ ഉദ്ദേശമില്ല. നിങ്ങൾ ഈ കളക്ടറുടെ സാന്നിധ്യത്തില് വരുന്ന ചേംബറിലുള്ള ചർച്ചയിൽ മാത്രം ഇത് പ്രവർത്തനരഹിതമാക്കാൻ പറ്റുമോ, അതൊക്കെ എങ്ങനെയാണ്? ഒരു സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടു, നിങ്ങളെ ബോംബെയിൽ കൊണ്ടുപോയിട്ട് കാണിക്കാന്ന് വരെ പറഞ്ഞു. ഞങ്ങളിപ്പോൾ അതൊന്നല്ല ഞങ്ങൾക്ക് ഉദ്ദേശം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു കാര്യമില്ല. അത് ഇവരെ വിശ്വാസത്തിലില്ലാത്തതാണ് കാര്യം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് കളക്ടർ ചേംബറിലിരുന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഇനി പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ ഒരു പ്രവർത്തനം അവിടെ നടത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, വളരെയധികം നന്ദി ടോമി പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി മനോജിലേക്ക് പോവുകയാണ്. മനോജ്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും നാൾ നടത്തി വന്ന സമരത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായത്. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നമ്മുടെ ജനം TV സംഘത്തിനും വളരെയധികം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉയർത്തി കാട്ടിക്കൊണ്ട് നമ്മളത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ഈ ഒരു താൽക്കാലികമായൊരു നടപടി ആയാൽ പോലും ജനങ്ങൾക്കൊരു ആശ്വാസമാണ്. എന്നിരുന്നാൽ കൂടിയും ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് അവർ എത്രത്തോളം പാലിക്കും എന്നുള്ളൊരു കാര്യമല്ലേ ഇനി നമ്മൾ കരുതേണ്ടത്?
തീർച്ചയായും ഈ താൽക്കാലികമായി ഇപ്പോൾ പ്രവർത്തനം നിർത്തിവെച്ചെങ്കിലും ഇനി കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടക്കുക. അതിൽ ഈ എന്തായാലും സമരസമിതി ഒരിക്കലും തന്നെ ഈ പ്ലാന്റിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇവർ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു പ്ലാന്റിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല, അശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ജനങ്ങളൊക്കെ തന്നെ വളരെ ദുരിതത്തിലായിരുന്നു. അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ ഈ ഒരു സമരം മനുഷ്യച്ചങ്ങലയിലൊക്കെ നിരവധി പേരാണ്, അവിടെ ഉള്ള വീട്ടമ്മമാരൊക്കെ ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വീട്ടിൽ പാചകം ചെയ്യുവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്, ഭക്ഷണം എടുത്ത് വായിലോട്ട് വയ്ക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ജനങ്ങളൊക്കെ ഈ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. പിന്നാലെ അനിശ്ചിതകാല സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നു. എന്തായാലും ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധം അത് തീർച്ചയായും കോർപ്പറേഷനെയും അതുപോലെ മേയറെ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. എന്തായാലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഈ മിഷനുകൾ, പുതിയ മിഷനുകൾ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൂടുതൽ മാലിന്യം ഇങ്ങോട്ടേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നത്. ആ ശ്രമത്തെയാണ് ജനങ്ങൾ ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.